ഇപ്പോൾ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സച്ചി വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കോൾ ടാക്സി കമ്പനിയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സച്ചി ഒരു ദിവസം നോർമലി ട്രിപ്പിന് പോകുന്നത് പോലെ രേവതിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിലൊരു കാർ കേടായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറിലെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാറിന് കൈ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവർ കൈ കാണിക്കുന്ന കാണുമ്പോഴേക്കും സർ ഞാൻ യൂട്ടേൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ സർ കാറ് കേടായോ, സാറിന് എന്തൊക്കെയാണ് ഹെൽപ്പ് വേണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആള് വരും, എൻ്റെ കാറിനകത്ത് സാർ ഇരിപ്പുണ്ട്, സാറിനെ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്ത് സാർ കുഴപ്പമില്ല എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സന്തോഷ് സാറിൻ്റെ അരികിലേക്ക് ചെന്നിട്ട്, സാർ കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും സാർ, ഞാനൊരു കോൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സാറിന് അതിനകത്ത് പൊക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അതിനകത്ത് പോകാമെന്ന് പറയാണ്. അങ്ങനെ സന്തോഷ് സാർ ഇറങ്ങി നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സച്ചിയാണ്. ഈ സന്തോഷ് സാർ എന്ന് പറയുന്നത് സുധി പുതിയതായിട്ട് കട ആരംഭിച്ചിട്ടുണ്ടല്ലോ, ആ കടയുടെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന സാറാണ് കേട്ടോ. സാറ് നമ്മുടെ സച്ചിയെ കണ്ട് നല്ല പരിചയമുണ്ട്. ഓ സാറായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ കാറ് റിപ്പയർഡായി, എന്തായാലും കോൾ ടാക്സി വിളിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ സച്ചി ആയിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല, സച്ചിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കാറിനകത്ത് കയറുവാണേ. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഇത്രയും ചെറിയ കാറിനകത്ത് കയറിയിട്ട് ശീലം ഉണ്ടാവില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. സച്ചി ഞാനും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അധ്വാനിച്ച് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ സന്തോഷ് സാറ് നമ്മുടെ കാർ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിക്ക് ഒരു മാസം എത്ര വരുമാനം കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സാർ ഒരു 25,000-30,000 രൂപ കിട്ടുമെന്ന് പറയുകയാണേ. ഓഹോ അങ്ങനെയാണല്ലേ, ഒരു ദിവസം എത്ര സമയം കാർ ഓടിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാർ അത് ട്രിപ്പ് വരുന്ന പോലെയാണ്, രാത്രി ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി ട്രിപ്പിന് പോകാറുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സമയമൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സാർ സമ്മതിക്കാൻ വേണ്ടി പറ്റില്ല എന്നും കൂടി സച്ചി പറയുകയാണേ. അങ്ങനെ സച്ചിയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ ചേട്ടനും വെച്ച് നോക്കുന്ന സമയത്ത് നീ ഒരുപാട് ഗ്രേറ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. സാർ ഞാൻ അങ്ങനെയൊന്നുമല്ല, അവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ബുദ്ധി അവനില്ല, അവൻ എല്ലാവരുടെയും മുമ്പിൽ പോയിട്ട് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സാർ, അല്ലാണ്ട് അവന്റെ മേലെ തെറ്റൊന്നുമില്ല സാർ, ക്ഷമിക്കണം എന്നൊക്കെ പറയണേ. തുടർന്ന് നമ്മുടെ രേവതിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാര്യ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് പൂ കെട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സാർ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിലെ പൂ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുകയാണേ. തുടർന്ന് സച്ചിയുടെ വീടിനെ കുറിച്ചാണ് കേട്ടോ ചോദിക്കുന്നത്. വീടിനെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സാർ അത്ര വലിയ വീടൊന്നുമല്ല, കാരണം നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുകഴ്ത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സന്തോഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു 3 റൂമുള്ള ബെഡ്റൂം ആണെന്നുള്ള കാര്യം പറയണേ. ഓഹോ 3 റൂമാണുള്ളത്, നിങ്ങള് 3 ആൺപിള്ളേരുടെയും കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പോ അച്ഛനും അമ്മ എവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സാർ ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും ഹോളിലായിരുന്നു കിടക്കുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, പൊടി കാര്യങ്ങളൊക്കെ അലർജി വരുന്നത് കൊണ്ട് തന്നെ അച്ഛന് ഞങ്ങളുടെ റൂം കൊടുത്തിട്ട് ഞാനും എൻ്റെ വൈഫും ഇപ്പൊ ഹോളിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ കേട്ടോ. അച്ഛനും അമ്മയും ഇപ്പൊ ഞങ്ങളുടെ റൂമിലാണ് കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സന്തോഷ് സാറിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. സാറ് പറയുന്നുണ്ട് കേട്ടോ, നീ എത്ര വലിയൊരു കാര്യമാണ് സച്ചി ചെയ്തത് സാർ, നമ്മൾ ആർക്കോ എന്തോ വേണ്ടി ചെയ്തതല്ലോ, സ്വന്തം അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഇത്രയും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മക്കളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ സച്ചി നിന്റെ സ്വഭാവം എന്താന്നുള്ള കാര്യം നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം, നീ ഭയങ്കര ഗ്രേറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ സാർ ഞാൻ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു റൂം കൂടി ചേർത്തെടുക്കണം വീട്ടിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കുറച്ച് പണം ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്, പക്ഷെ ഓരോരോ ചെലവുകൾ വന്നിട്ട് അതൊന്ന് എടുക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഞാനും രേവതിയും കൂടി ചേർന്നിട്ട് ഒരു ദിവസം അത് കെട്ടുക തന്നെ ചെയ്യും സാർ എന്നൊക്കെ പറയുകയാണേ. ഒരു മാസം വരുമാനം വന്നു കഴിഞ്ഞാൽ സച്ചി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 10,000 രൂപ ഞാൻ വീട്ടില് ചെലവിന് കൊടുക്കും, പിന്നെ എൻ്റെ ഭാര്യ ഒരു 2,000-2,500 രൂപകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാർ കാറിന് കുറച്ച് ഡ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റു ചില കടങ്ങളും ഉണ്ട്. അത് മാത്രമല്ല എൻ്റെ ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ച പണം കൊണ്ട് എനിക്ക് ഒരു കാർ മേടിച്ചു തന്നു, അതിനും ചെറിയ ഡ്യൂ അടയ്ക്കാനുണ്ട്. എല്ലാം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ചെറിയ പൈസ ഞങ്ങൾ ഈ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കും. അങ്ങനെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് സന്തോഷ് സാർ പറയുന്നുണ്ട് കേട്ടോ, സച്ചി എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, ഒരുപാട് നാളായിട്ട് ഞാൻ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇത് ആരുമായിട്ടാണ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സച്ചിയുടെ കൂടെ പോയതോട് കൂടിയിട്ട്
അത് കറക്റ്റ് ആയിട്ടുള്ള ആള് സച്ചിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, സച്ചിയുടെ അടുത്ത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചുകൂടെ? ഇവിടെ കാർ ഓടിക്കുന്ന സച്ചിയല്ലേ ഈ 30,000 രൂപ വരുമാനം വരുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ സച്ചി പറഞ്ഞത്? സാർ, ഇത് പഴയ കാർ ആയതുകൊണ്ട് സാർ ഇടയ്ക്കിടയ്ക്ക് റിപ്പയറും കാര്യങ്ങളൊക്കെ വരും. എന്നാൽ പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറുകയും ചെയ്യും, റിപ്പയർ കുറയുകയും ചെയ്യും. 1-2 കാറുള്ളവർക്കൊന്നും സാർ അത്ര വരുമാനമൊന്നും വരില്ല. പക്ഷേ 10-15 കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നന്നായിട്ട് ഓട്ടം വരും സാർ. നല്ല വരുമാനവും ലാഭവും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. സാർ, കോൾ ടാക്സി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടം വരിക തന്നെ ചെയ്യും. എനിക്കും ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് സാർ. ഒരു 2-3 കാറൊക്കെ മേടിക്കണം എന്നുള്ള കാര്യം എന്തായാലും ഇപ്പൊ ഇല്ല. വീട്ടിൽ റൂമൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുള്ളൂ. അങ്ങനെ ഇതൊക്കെ കേട്ടതിന് ശേഷം സന്തോഷ് സാർ പറയുന്നുണ്ട്, ഞാനൊരു ഐഡിയ പറയാന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ? ആ പറയൂ സാർ എന്നുള്ള കാര്യം പറയുമ്പോൾ, ഒരു കോൾ ടാക്സി കമ്പനി തന്നെ ആരംഭിച്ചാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ആണോ സർ? എന്നാൽ സാർ നല്ല ലാഭം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വണ്ടി അയക്കുക അതല്ലേ സാർ സിസ്റ്റം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തന്നെയാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ആപ്പ് ഓപ്പൺ ആക്കുകയും അതിലൂടെ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യുന്ന രീതിയാക്കുക. അങ്ങനെ ഒരു കമ്പനി ആരംഭിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, സൂപ്പർ ഐഡിയ സാർ. എന്തായാലും നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് തന്നെയാണ് ഇത് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. പെട്രോൾ കാറിലല്ല, നമുക്ക് ഇലക്ട്രിക് കാർ വെച്ചിട്ട് കമ്പനി ഓപ്പൺ ചെയ്താലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് സന്തോഷ് സാർ പറയുമ്പോഴേക്കും, സാർ അത് സൂപ്പർ ആയിരിക്കും എന്നും. ഇലക്ട്രിക് കാർ ആവുന്ന സമയത്ത് ചെലവും കുറവാണ്, നമുക്ക് മാത്രമല്ല നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കസ്റ്റമേഴ്സിനും കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കസ്റ്റമേഴ്സ് നന്നായിട്ട് നമ്മുടെ കാറിനെ ആകർഷിക്കുന്ന രീതിയൊക്കെ ആവണം കേട്ടോ. എന്തായാലും നല്ല ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ ഒരു കമ്പനി ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഇലക്ട്രിക് വണ്ടി വാങ്ങിയിട്ട് സാറിന്റെ കമ്പനിയിൽ ഓടിച്ചോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യം സന്തോഷ് സാർ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഏയ് ഇല്ല സച്ചി, അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം പറയണം കേട്ടോ. എന്താ സാർ എന്താ അങ്ങനെ പറയുന്നത്? എന്താ സാർ അങ്ങനെയൊക്കെ പറയുന്നത് സച്ചി വീണ്ടും ചോദിക്കുന്ന സമയത്ത്, കാരണമുണ്ട് സച്ചി, ഞാൻ ഇങ്ങനെ ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ തന്നെ കാരണം സച്ചിയാണ്. എന്താ സാർ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ സച്ചി, കമ്പനി ഞാൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നിന്റെ പേരിലാണ്. ഞാനും നീയും പാർട്ട്നേഴ്സാണ്. ഞാൻ പണം മുടക്കുന്ന പാർട്ട്ണറും നീ വർക്കിംഗ് പാർട്ട്ണറും. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടിട്ട് അങ്ങ് നിർത്തുവാണേ. അപ്പോഴേക്കും സന്തോഷ് സാർ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി, എന്താ നിർത്തിയത് വണ്ടി? സാർ എന്താ ഈ പറയുന്നത്, സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, നിന്നെ പോലെ ഒരാളാണ് നിന്റെ ഏട്ടനെന്ന് വിചാരിച്ചിട്ടാണ് അവനുമായിട്ട് ഞാൻ ഡീലർഷിപ്പ് ഓക്കെ ചെയ്തത്. പക്ഷെ അവന് കേവലമായിട്ടുള്ള ബുദ്ധിയാണ്. നിന്നെയും അതുപോലെ തന്നെ നിന്റെ അച്ഛനെയും ഓർത്തിട്ടാണ് അവനുമായിട്ടുള്ള ബിസിനസ് ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. നീ ഇങ്ങനെ എല്ലാവരുടെയും നന്മയും അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള നീ ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? എനിക്കും ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ആരുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ ഇത്രയും കാലം ശ്രദ്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഐഡിയ നമുക്ക് സച്ചി ഉടനെ തന്നെ തുടങ്ങിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, സാർ കയ്യിൽ ബിരിയാണി തന്നിട്ട് അത് കഴിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം സാർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുക തന്നെയല്ലേ ചെയ്യുക? സാർ എനിക്ക് ഫുൾ ഓക്കെ ആണ്, നമുക്ക് ഉടനെ തന്നെ പാർട്ട്ണർഷിപ്പ് തുടങ്ങാം സാർ. എനിക്കറിയുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്. ഞാൻ എന്തായാലും അവരെല്ലാം സാർ വിളിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് 100 കാറും 200 കാറും ഒന്നും വെച്ചിട്ടല്ല, 1000 കാറ് വെച്ചിട്ടാണ്. നമ്മൾ ഇവിടുത്തെ നമ്പർ 1 കോൾ ടാക്സി ആയിട്ട് മാറണം. എന്തായാലും സാർ നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. സാർ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ, ഇതിനെന്തിനാ സച്ചി നന്ദിയൊക്കെ പറയുന്നത്? നമുക്ക് എല്ലാം റെഡി ആക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണം കേട്ടോ. അപ്പോഴേക്കും എയർപോർട്ട് എത്തുന്നുണ്ടേ. സാറിന് എയർപോർട്ടിൽ ഇറങ്ങണമെന്ന് പറഞ്ഞത്, സച്ചി ഒരു കാര്യം ചെയ്യൂ, എന്നെ നേരെ എൻ്റെ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയാക്കൂ. ഈ ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. എന്തായാലും നീ ട്രിപ്പെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈവനിങ്ങിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് വരാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ സന്തോഷ് സാറിനെ നേരെ ഹോട്ടലിൽ കൊണ്ട് ഇറക്കിയതിന് ശേഷം സ്വീറ്റ് മേടിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി വന്നിട്ട് സച്ചി പതിവ് പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആണല്ലോ. കാര്യം എന്താന്ന് പറയാതെ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് വായിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിക്കും എന്താ കാര്യം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എല്ലാവരും ചോദിക്കുമ്പോൾ, നിക്ക് ആദ്യം നിങ്ങൾ എല്ലാവരും മധുരം കഴിക്കുന്നു പറഞ്ഞിട്ട് മധുരം കഴിപ്പിക്കുകയാണേ. തുടർന്ന് നമ്മുടെ രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ എനിക്ക് വായിൽ മധുരം ഇട്ടിട്ടാ എന്നുള്ള കാര്യം. അങ്ങനെ മധുരിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ മധുരം കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്താ സന്തോഷം എന്നുള്ള കാര്യം പറയാന്ന് പറയണേ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, രാവിലെ അച്ഛൻ ഞാനൊരു ട്രിപ്പ് പോയിട്ടില്ലായിരുന്നോ? ആ പോയി, ഞാൻ എയർപോർട്ടിൽ ഒരാളെ കൊണ്ടുവിട്ടിട്ട് വരുമായിരുന്നു. ആ സമയത്ത് വഴിയിൽ വെച്ചിട്ട് സന്തോഷ് സാറിനെ കണ്ടു എന്നും അദ്ദേഹത്തിന്റെ വണ്ടി കേടായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനാണ് പിക്കപ്പ് ചെയ്തത്. സന്തോഷ് സാറിനെ കൊണ്ടിട്ടാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ് കേട്ടോ. എടാ നീ സന്തോഷ് സാറിൻ്റെ അടുത്ത് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നീ ഒപ്പിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിന്റെ ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യലല്ലേ പണി, നീ ഒന്ന് പോടാ എന്ന് പറയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത്.
തുടർന്ന് എനിക്ക് എത്ര വരുമാനം വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സന്തോഷ് സാർ ചോദിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സാറ് ചോദിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഒരു കോൾ ടാക്സി കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഇത് കേട്ടപ്പോൾ അച്ഛാ ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. നീ എന്താണ് സച്ചി പറയുന്നത് എന്ന് രവി പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയും അതുപോലെ സുധിയും വാ തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും നീ എന്താടാ പറയുന്നത്? സന്തോഷ് സാർ ഒന്നും ഒരിക്കലും നിന്റെ അടുത്ത് അങ്ങനെ പറയില്ല എന്ന് പറയുമ്പോൾ നീ ഇടയിൽ കയറി സംസാരിക്കണ്ട, ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നേ കാണുന്നില്ലേ, അവിടെ നിന്ന് കേട്ടാൽ മതി എന്ന് സുധീരുടെ അടുത്ത് പറയുകയാണേ. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ വർക്കിംഗ് പാർട്ട്ണറും സാറ് അതിനു വേണ്ടിയിട്ട് പണം മുടക്കുന്ന പാർട്ട്ണറും എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ 1000 കാറാണ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ എല്ലാം ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ള കാര്യം അച്ഛ പറഞ്ഞു. പ്രോഫിറ്റിന്റെ പകുതിയാണ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അച്ഛ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എൻ്റെ അടുത്ത്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന സ്വീറ്റ് എടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ വായില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ശ്രീകാന്തിനും അതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും സൂപ്പറായിട്ട് സജ്ജേട്ടാ എന്നുള്ള കാര്യം കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മളെക്കാൾ മുകളിലെത്തുവോ ഇപ്പൊ സച്ചി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സന്തോഷ് സാറ് അധികം ഇംഗ്ലീഷിലാണ് പറയുന്നുണ്ടാവുക, ഇവന് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. സാർ എന്തെങ്കിലും പറഞ്ഞത് ഇവൻ വേറെ എന്തെങ്കിലും രീതിയിൽ കേട്ടതായിരിക്കും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് സന്തോഷ് സാർ എൻ്റെ അടുത്ത് മൊത്തം മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് വൈകുന്നേരം സാറിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സച്ചി നീ ആദ്യം അദ്ദേഹത്തെ പോയി കാണു വൈകുന്നേരം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അച്ഛ ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് അച്ഛനും കൂടെ വരൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാണ് കേട്ടോ. അതിനെന്താടാ ഞാൻ വരാം. അപ്പോഴേക്ക് ശ്രീകാന്തം പറയുന്നുണ്ട്, ഏട്ടാ ഞാനും കൂടി വരാം, ഏട്ടന് നല്ലൊരു കാര്യം വരാൻ വേണ്ടി പോവല്ലേ, ഞാൻ വരാം എന്ന് പറയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ രവി പറയുന്നുണ്ട്, അല്ല സുധി നീയും കൂടി വാ, നിനക്കാണെന്നുണ്ടെങ്കിൽ സന്തോഷ് സാറിനെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് നീ കൂടെ വരുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛാ ഞാനൊന്നും വരില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറയണേ. അച്ഛാ അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയും അതുപോലെ ശ്രീകാന്തും സച്ചിയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ സന്തോഷ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സന്തോഷ് സാറ് നമ്മുടെ രവിയെ കാണുന്ന സമയത്ത്, ഓ സാറും കൂടി ഉണ്ടായിരുന്ന കൂടെ. സച്ചിയുടെ കാര്യത്തിൽ എല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇങ്ങനെയാണ്, എപ്പോഴും ഫാമിലിയെ ചേർത്ത് വെച്ചിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം, സാർ വരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇരുത്തുന്നുണ്ടേ. തുടർന്ന് നമ്മുടെ സുധിയെ കുറിച്ചിട്ട് സന്തോഷ് സാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാർ അവന് എന്തോ അർജന്റായിട്ടുള്ള ജോലി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വരാത്തെന്ന് പറഞ്ഞിട്ട് അവർ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സച്ചി പറഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആ സാർ പറഞ്ഞു, സാർ ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാണെന്നും എൻ്റെ മകനെ അതിൻ്റെ വർക്കിംഗ് പാർട്ട്ണർ ആക്കാൻ വേണ്ടി പോവാണെന്നും. എന്തായാലും സാർ എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു കാർ ടാക്സി കമ്പനി അല്ല തുടങ്ങാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ഇവിടെ മാത്രം, പിന്നെ അത് നമ്മൾ കേരളത്തിൽ മൊത്തം എടുത്തും തുടങ്ങണം, അതെല്ലാം സച്ചിയുടെ കഴിവ് പോലെ ഇരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സച്ചിയേട്ടനെ നിങ്ങൾ എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും സച്ചിയേട്ടൻ അത് വെടുപ്പോട് കൂടി ചെയ്യും. നമ്മുടെ സുധിയേട്ടനെ പോലെയല്ല സച്ചിയേട്ടൻ എന്നുള്ള കാര്യം പറയുകയാണേ. എനിക്കറിയാം സുധിയുടെ കാര്യം, അവൻ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ അവന് മേലെനിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുറച്ചെന്തെങ്കിലും വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ആഘോഷമാണ് അവന്. എന്നാൽ സച്ചി അങ്ങനെയല്ല, നല്ല അധ്വാനിച്ച് സമ്പാദിക്കുന്നവനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതിന്റെ ചെലവിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിന്റെ പേരിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. പാർട്ട്നേഴ്സ് സച്ചിയും അതുപോലെ സന്തോഷ് സാർ ആയതുകൊണ്ട് SS കാർ ടാക്സി കമ്പനി എന്നുള്ള രീതിയിൽ തുടങ്ങാം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സാർ ഞാനൊരു ചെറിയൊരു ഒപ്പീനിയൻ പറഞ്ഞോട്ടെ. അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ എന്താ കുഴപ്പം പേരിന്, നിങ്ങളുടെ രണ്ടുപേര് പേര് തന്നെ തുടങ്ങണോ എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അല്ല സാർ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ SRS എന്നുള്ള കാർ ടാക്സി കമ്പനി എന്നുള്ള രീതിയിലാക്കിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ സച്ചി അങ്ങനെ തന്നെ ആക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഓക്കെ ആക്കാണ് കേട്ടോ. സച്ചി നീ ഗ്രേറ്റ് ആണെന്നുള്ള കാര്യം ഓരോ തവണയും കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും SRS കോൾ ടാക്സി കമ്പനി അത് സെറ്റാണ് നെയിം എന്ന് പറയണേ. അങ്ങനെ 15 ദിവസം കൊണ്ടാണ് കേട്ടോ ഇവർ കമ്പനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. സർ 1000 കാറുകൾ എന്നല്ലേ പറഞ്ഞത്, 15 ദിവസം കൊണ്ട് എങ്ങനെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് സാധാരണ കോൾ ടാക്സി കമ്പനിയല്ല, ഞാൻ വിചാരിച്ച അത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും നമ്മൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മൾ ഈ കമ്പനി ആരംഭിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് സന്തോഷ് സാർ പറയാണ് കേട്ടോ. എന്തായാലും സച്ചി എല്ലാത്തിനും ഒരുങ്ങി നിന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ സർ ഞാൻ എല്ലാത്തിനും റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ സന്തോഷ് സാറിൻ്റെ അരികിൽ നിന്ന് പോകുന്നത് കേട്ടോ.
അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഈ സന്തോഷ വാർത്ത രവി എല്ലാവരോടും പറയാനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ സച്ചിയുടെ വളർച്ച എങ്ങനെയെങ്കിലും തടയണല്ലോ, അതിനു വേണ്ടിയിട്ട് ശ്രുതി നേരെ ചെന്നിട്ട് സന്തോഷ് സാറിനെ കാണാനായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് സച്ചിയെ മാറ്റി നിർത്തിയിട്ട് ഇതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാർട്ട്ണർഷിപ്പ് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കോൾ ടാക്സിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അറിയാം? ഒരു വണ്ടി റിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോവാന്നൊക്കെ ചോദിച്ചിട്ട് ആകെ മൊത്തത്തിൽ കുഴപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിയെ. എന്തായാലും ഇതിൽ കൂടുതൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വാക്കുകൾ എടുക്കാതെ സന്തോഷ് സാർ അവിടുന്ന് പോവാണ്. അങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് സന്തോഷ് സാറിന്റെ കൂടെ തന്നെ സച്ചി എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവര് ടാക്സി കമ്പനി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. കമ്പനിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അച്ചമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കമ്പനി ആരംഭിച്ച് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നല്ല ലാഭം വരികയും സച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് 10 പവന്റെ ചെയിന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രമതിക്കും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സച്ചി പുതിയൊരു വീടിന്റെ റൂമും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതും ചെറിയ റൂം നല്ല അടിപൊളി ലക്ഷറി ആയിട്ടാണ് കേട്ടോ റൂമൊക്കെ കിട്ടുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഈ സച്ചിയുടെ ഈ കമ്പനി ഉണ്ടല്ലോ, കേരളത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയായിട്ട് മാറുകയാണ്. അതും പ്രത്യേകമായിട്ടുള്ള ഓരോരോ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡി ഡ്രൈവേഴ്സിനെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ആന്റണിയും കൂടി ചേർന്നിട്ട് ഈ കടയുടെ ഈ കച്ചവടം പൂട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാവുന്നില്ല കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അക്കൗണ്ടിലേക്ക് ലാഭമായിട്ട് 3 കോടി രൂപയൊക്കെ അദ്ദേഹം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ശരത്തിന് അവിടെ അക്കൗണ്ടിങ് ജോലിയും എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട്. സച്ചിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു കമ്പനിയിലൂടെ തന്നെ സച്ചി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. സച്ചി മാത്രമല്ല നന്നാവുന്നത്, സച്ചിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും സച്ചി രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി 1 കോടി രൂപയുടെ വലിയൊരു വണ്ടിയൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെല്ലാവർക്കും സർപ്രൈസ് ആയിട്ടാണ് ഈ വണ്ടി കൊണ്ടേ കാണിക്കുന്നത്. അതും സന്തോഷ് സാറിന്റെ നിർബന്ധത്തോട് കൂടിയിട്ട് മാത്രമാണ് കേട്ടോ സച്ചി മേടിക്കുന്നത്. കാറ് കാണുന്നതും നമ്മുടെ ശ്രുതിയുടെയും ഒക്കെ അവസ്ഥ പിന്നെ പറയണോ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അങ്ങനെ കാറ് മാത്രമല്ല നമ്മുടെ സന്തോഷ് സാറ് കൊടുക്കുന്നത്. ശരത്തിനാണെന്നുണ്ടെങ്കിൽ ജോലി കൊടുത്തിരിക്കുന്നത്, അതിന് 1 ലക്ഷം രൂപയാണ് കേട്ടോ മാസം ശമ്പളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവുവിനെ സെറ്റിലാക്കാനുള്ള വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് പുതിയ കാറ് മേടിക്കാനുള്ള പണവും നമ്മുടെ സച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും എല്ലാവരും ഭയങ്കര വാ പൊളുന്നിങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ രവിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. വെറും ഡ്രൈവർ എന്നും ഡ്രൈവർ മാത്രമായിരിക്കും എന്നുള്ള കാര്യം സച്ചിയെ നോക്കിയിട്ട് എല്ലാവരും കുത്തുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ കോടീശ്വരനായിട്ട് മാറുകയാണ്. അങ്ങനെ പുതിയ കാറിൽ നമ്മുടെ രവിയും അതുപോലെ തന്നെ രേവതിയെയും കൂട്ടിയിട്ട് ഒരു റൗണ്ടിന് പോകുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.